ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്ന ഒരു ടാങ്കിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഒരു വണ്ടി എടുത്തിട്ട് മടിയിലോ എന്തോ ഒക്കെ ടാങ്കിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിക്കുക. അപ്പോൾ ഒരു പൊതുവേ കോമൺ ആയിട്ട് എല്ലാ വണ്ടിയും ചെയ്യുന്നതാണ്. ഈ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ, ഇത് തുരുമ്പായി റെസ്റ്റായി അടികിടന്ന് ടാങ്ക് അടക്കി തുരുമ്പ് പിടിച്ച് ഇതുണ്ടോ, ഇതൊക്കെ പൊള്ളച്ച് കിടക്കുക. അപ്പോൾ ഈ സാധനം നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് ഈ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന സാധനം ടാങ്ക് നാശമാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റിക്കർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് വരഞ്ഞ് നല്ലൊരു കട്ടിങ് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിൽ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ അനുവദിക്കാതൊക്കെ. സ്റ്റിക്കർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ അനുവദിക്കരുത്. അത് ക്ലിയറിൻ്റെ മുകളിലേക്ക് കട്ടിങ് ഇറങ്ങും. പിന്നെ പറിക്കുന്ന സമയത്ത് ക്ലിയറിൻ്റെ കട്ടിങ് അവിടെ പോവുകയും ചെയ്യും. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സംഗതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 6 മാസം കൂടും. അതായത് ഒരു സമ്മർ കഴിയുന്ന സമയത്ത് പറിച്ച് വേറെ ഒട്ടിച്ചോളണം. അതല്ലാതെ ഇത്രയും കാലം നമുക്ക് മാക്സിമം ലൈഫ് ലോങ് ആണെന്നുള്ള കണ്ടീഷനിൽ നിങ്ങൾ സ്റ്റിക്കർ ഒടിച്ച് കഴിഞ്ഞാൽ ഇത് ചൂടായതിനനുസരിച്ച് ഇത് ക്ലിയറുമായിട്ട് മെൽറ്റാവും. ക്ലിയറും ചൂടാവും, ഇതും ചൂടാവും. അതിനനുസരിച്ച് പിന്നെ പറിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരും. പറിച്ചാൽ തന്നെ പെയിൻറ്റിങ് ക്ലിയർ അടക്കി പോകുന്നൊരവസ്ഥയാണ് വന്നേക്കുന്നത്. ഇത്രയ്ക്കും ഈ ടാങ്ക് നാശാക്കി. ഇത് പോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഇത് പറിച്ചെടുക്കാതെ തന്നെ ഇതിൻ്റെ പെയിൻറ്റ് കംപ്ലീറ്റ് വന്നു. ഇതൊക്കെ ഉണ്ട് സ്റ്റിക്കർ പറിച്ചും അതിൻ്റെ കൂടെ തുരുമ്പാണിത്. കണ്ട ഞങ്ങൾ പെയിൻറ്റ് മൊത്തത്തിൽ കൊണ്ട് പൊളിഞ്ഞു. അതേമാതിരി ഇവിടെ കണ്ട